നോമ്പ് സമയമാകുമ്പോൾ നമുക്ക് ഒരു 10-11 മണിയായാലും നമുക്ക് സാധാരണ വിശക്കാറില്ല, ഫീൽ ചെയ്യാറില്ല. അത് നിങ്ങളുടെ സൈക്കോളജിക്കൽ എലമെന്റ്സ് ആണോ, അത് എന്തുകൊണ്ടായിരിക്കും എന്നറിയാനുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. സാധാരണ സമയങ്ങളിൽ നമ്മൾ ആഹാരം കൃത്യസമയത്ത് കഴിക്കുന്ന ആൾക്കാർ ആ സമയം തെറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ ബയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. റമദാൻ പീരീഡിൽ എനിക്കറിയാവുന്ന പലരും ആഹാരങ്ങൾ സ്ഥിരമായി കൃത്യസമയത്ത് കഴിക്കുന്ന പലരും കഴിക്കാതിരുന്നാലും അവർക്ക് അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാറില്ല. ഒരുപക്ഷെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വിശപ്പ് അറിയേയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ദാഹവും വിശപ്പും അറിയില്ല. മൈസെൽഫ്, എനിക്ക് ദാഹം വരാറേയില്ല. അല്ലാത്ത സമയത്ത് ദാഹം ഉണ്ടാവാറുണ്ട്. ആത്മീയമായിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് കാണാം. ആത്മീയമായിട്ടുള്ള ഒരു ശക്തി, പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് നമുക്ക് കിട്ടും, ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹം, ഇതൊക്കെ പറയാം. നോൺ മുസ്ലിംസും എനിക്കറിയാവുന്ന ഒരുപാട് നോൺ മുസ്ലിംസ് നോമ്പെടുക്കുന്നുണ്ട്. അവരും ഇതേ അഭിപ്രായം പറയാറുണ്ട്. എല്ലാത്തിനും, എല്ലാ കർമ്മത്തിനും ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് മനസ്സിലാക്കിക്കൊണ്ട് ആ പർപ്പസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, നോമ്പ് വ്രതം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ പർപ്പസ് നമുക്കറിയാം, വൈകുന്നേരം കഴിക്കാൻ പറ്റുള്ളൂ എന്നറിയാം, നമുക്കറിയുകയും ചെയ്യാം. അത് നാവ് കൊണ്ട് പറയുകയും ചെയ്യും. നമുക്കറിയാം നമ്മൾ വൈകുന്നേരം വരെ കഴിക്കില്ല എന്ന്. എന്നിട്ട് അത് നാവ് കൊണ്ട് അഫർമേറ്റ് ചെയ്യും. അതായത് നമ്മൾ നീയത്തെന്ന് പറയും. ആണ്, നമ്മൾ നീയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിൽ. നമ്മൾ നീയത്ത് എടുക്കാതെ നോമ്പില്ല. ഇന്റൻഷൻ ഇല്ലാതെ നോമ്പില്ലല്ലോ. നീയത്ത് മറന്നാൽ നോമ്പില്ല. അപ്പം കോൺഷ്യസ് ആയിട്ട് വേണം അത് ചെയ്യാൻ. അപ്പം പലരും നീയത്ത് വെക്കുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് ആ നീയത്ത് ഇറങ്ങും. അഫർമേഷൻ്റെ പവറാണ്. നമ്മളെന്താണ് ഇന്ന വൈത്തു സമാദിൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയണം നമ്മളോട് എന്താണ്, ഇന്ന് വൈകുന്നേരം വരെ ഞാൻ വെള്ളമോ ആഹാരം ഒന്നും കഴിക്കില്ല എന്നുള്ള ഒരു നീയത്ത് നാവ് കൊണ്ട് ഹൃദയത്തിൽ തട്ടി പറയുന്ന ഒരു മനുഷ്യന് അവൻ്റെ മനസ്സത് കേൾക്കാണ്. അവൻ്റെ മനസ്സ് അത് ശരീരത്തിലേക്ക് ആ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യും. അവൻ്റെ ഓരോ കോശങ്ങൾക്ക് പോലും അറിയാം അവൻ കഴിക്കാൻ പോണില്ല. അതൊരു വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ നേച്ചറാണ്. നമ്മൾ നമ്മുടെ ഇൻറ്റൻഷൻ ഡിക്ലെയർ ചെയ്താൽ, നമ്മളോട് ഹൃദയത്തിൽ തട്ടി ആത്മാർത്ഥമായി അത് ഡിക്ലെയർ ചെയ്താൽ, അവൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും അവന് വേണ്ടി പിന്നെ പണിയെടുക്കും. കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിക്കാൻ തോന്നിപ്പിക്കില്ല. നമ്മൾ ഇതൊക്കെ തോന്നലാണല്ലോ. നമ്മുടെ ജീവിതം മുഴുവൻ തോന്നലുകളാണ്. നമുക്ക് എൻ്റെ തോന്നലുകളായിരിക്കില്ല സെൻസിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ, ഇതൊക്കെ തോന്നല. ഈ തോന്നലുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഐദർ കോൺഷ്യസ്ലി ക്രിയേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി സബ് കോൺഷ്യസ്ലി ആ തോന്നലുകൾ നമ്മളെ തോന്നിപ്പിക്കും. ഇവിടെ നമ്മൾ കോൺഷ്യസ്ലി ഒരു ഡിസിഷൻ എടുത്ത് അത് പറയുകയാണ്. ഇത് ഞാനെപ്പോഴും ട്രെയിനിങ്ങിലൊക്കെ പറയും, അഫർമേഷൻ്റെയൊക്കെ പവർ ഇതാണ്. ഐ ആം സ്ട്രോങ്, ഐ ആം പവർഫുൾ, ഐ ആം ഇൻക്രെഡിബിൾ എന്നൊക്കെ വെറുതെ വേണമെങ്കിൽ പറയാം. ട്രെയിനർ പറഞ്ഞതുകൊണ്ട് ഹൃദയത്തിൽ തട്ടി ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ ബലം, ആ ഒരു ശക്തിയോടുകൂടി നമുക്കിതൊക്കെ പറയാം. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സ് കേൾക്കും. പിന്നീട് അത് മനസ്സ് ശരീരത്തിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. പിന്നീട് അത് നമ്മുടെ വേർഡ്സിലും ആക്ഷൻസിലും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ വലിയ വലിയ റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം പറഞ്ഞു വരുന്ന പോയിന്റ്, എന്തുകൊണ്ട് വിശക്കുന്നില്ല എന്ന് ചോദിച്ചാൽ സൈക്കോളജിക്കലി, ആത്മീയമായിട്ടല്ല, സൈക്കോളജിക്കലി നമ്മൾ ഒരു ഇൻറ്റൻഷൻ ഡിക്ലെയർ ചെയ്തിട്ട് ഒരു തീരുമാനമെടുത്ത് നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു റിവാർഡാണ് അത്. ലൈഫിൽ എവിടെയും പ്രാക്ടീസ് ചെയ്യാം. റമദാൻ നമുക്കതൊരു ലേണിംഗ് ഫേസാണ്. അതായത് എന്ത് ചെയ്താലും ആ ഇൻറ്റൻഷൻ വെക്കണം. ഇൻറ്റൻഷൻ വെച്ചാൽ പോരാ, അത് പറയുക തന്നെ വേണം. പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ ശരീരം നമ്മുടെ കൂടെ നിൽക്കും, മനസ്സ് നമ്മുടെ കൂടെ നിൽക്കും. ശരീരവും മനസ്സും കൂടെ നിന്നാൽ ആത്മാവും നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെയാണ് നമ്മൾ ഫിറ്റാകുന്നത്.